ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റാണ് എൻ്റെ കൂടെയുള്ളത്. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും, ത്വക്ക് രോഗ വിദഗ്ധൻ. നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെയാണ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ പൊതുവേ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാളും കൺട്രോൾ ചെയ്യുന്നതാണ് സാധാരണ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൊണ്ട് അവർ ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള, വേണമെങ്കിൽ നേരെ ചൊവ്വേ ചികിത്സിക്കുകയും കൺട്രോൾ ചെയ്യുകയൊന്നും ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള എക്സിമ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഡോക്ടർ അനീഷ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ അനീഷ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊതുവേ സ്കിൻ ഡിസീസസ് ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഡോക്ടർക്ക് വേണമെങ്കിൽ തിരുത്തി പറയാം. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ എക്സിമ എന്ന ടോപ്പിക്കിനോട്. അപ്പോൾ നമുക്ക് എക്സിമയെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് എക്സിമ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ. എക്സിമ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൊലിപ്പുറമേ വരുന്ന ഒരു അലർജിയാണ്, സ്കിൻ അലർജിയാണ്. എക്സിമ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉത്ഭവം തന്നെ എക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ടു ബോയിൽ ഔട്ട് എന്നാണ്. എക്സിമയുടെ ആദ്യഘട്ടങ്ങളിൽ എക്സിമ വളരെ സിവിയർ ആയിട്ട് വരുന്നൊരു സമയത്ത് നമ്മുടെ തൊലി ചുമന്ന് തടിച്ച് കൊമളകൾ വന്ന് പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുക. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കണം എക്സിമ എന്ന പദം ഉപയോഗിച്ചത്. പക്ഷേ ഗണേഷ് പറഞ്ഞ പോലെ തന്നെ എക്സിമ ഒരു തവണ നമുക്ക് വരികയാണെങ്കിൽ, അതായത് അലർജി നമുക്ക് വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറേ കാലം നമ്മളിൽ തന്നെ ഈ എക്സിമ കുറവും കൂടുതലുമായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാലക്രമേണ എക്സിമയുടെ രൂപത്തിനും ഭാവത്തിനും വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഈ അക്യൂട്ട് എക്സിമയാണ് ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. പൊട്ടി ഒലിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. സബ് അക്യൂട്ട് എക്സിമ കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ അത് സബ് അക്യൂട്ട് എക്സിമയാകുന്നു. ആ ഒരു അവസ്ഥയിൽ കൂടുതൽ നമ്മൾ കാണുന്നത് സ്കെയിലിംഗ് ആണ്, അഥവാ മുരിച്ചിലാണ് കാണുന്നത്. പിന്നെയും ഒരുപാട് നാൾ എക്സിമ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പിന്നെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊലി കട്ടിയാവുന്നു. സാധാരണ ചർമ്മത്തിൽ നിന്നും വളരെ കട്ടിയായി തൊലിക്ക് നിറവ്യത്യാസങ്ങൾ വരുന്നു. അതുമാത്രമല്ല, നമ്മൾ സാധാരണ നമ്മുടെ ചർമ്മത്തിൽ നോക്കിയാൽ കാണാൻ പറ്റാത്ത കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. ഹസ്തരേഖ പോലെ തന്നെ കുറച്ച് മാർക്കിങ്സ് നമ്മുടെ സാധാ തൊലിയിലും ഉണ്ട്. അത് നമുക്ക് സാധാ ചർമ്മത്തിൽ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. എന്നാൽ ക്രോണിക് എക്സിമ എന്നുള്ള അവസ്ഥയിൽ ആ മാർക്കിങ്സ് ഒക്കെ വളരെ പ്രോമിനൻ്റ് ആവുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള, അതായത് അക്യൂട്ട് സ്റ്റേജിൽ പൊട്ടി ഒലിക്കുകയും സബ് അക്യൂട്ട് സ്റ്റേജിൽ സ്കെയിലിംഗ് അഥവാ മുരിച്ചിൽ വരികയും ക്രോണിക് സ്റ്റേജിൽ തൊലി കട്ടി വന്ന് നിറവ്യത്യാസം വരിക, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സ്കിൻ അലർജിനെയാണ് നമ്മൾ എക്സിമ എന്ന് വിളിക്കുന്നത്. ഈ എക്സിമ വരാൻ അലർജിയാണെന്ന് ആദ്യമേ പറഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അലർജി എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ശരീരം ഏതെങ്കിലും ഒരു സാധനത്തോട് പ്രതികരിക്കുന്നതിനെ നമ്മൾ അലർജി എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ ഡോക്ടർമാർ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനത്തിന് അലർജി എന്ന് പറയുമെന്നും കേൾക്കാറുണ്ട്. ഏതായാലും എക്സിമയുടെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം. വളരെ സിമ്പിളായിട്ടൊരു രീതിയിൽ പറഞ്ഞാണ് അലർജി എന്നുള്ളത്. അലർജി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സ്കിന്നുമായിട്ടൊരു വിയോജിപ്പ് വരികയാണ്. അതായത് ഒരു ഡിസ്ഫങ്ഷണൽ ഇൻറ്റർപ്ലേ വരികയാണ്. അവർ തമ്മിൽ രണ്ട് കൂട്ടർക്കും ഡാമേജ് വരുന്ന രീതിയിലൊരു ഇൻട്രാക്ഷൻ. ഈ ഇൻട്രാക്ഷൻ വരാൻ പല കാരണങ്ങളുണ്ട്. ഈ പല കാരണങ്ങളാൽ വരുന്ന അലർജികളെയാണ് നമ്മൾ ഒരുമിച്ച് കമ്പൈൽ ചെയ്ത് എക്സിമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് പുറമേ ഉള്ള കാരണങ്ങളുണ്ട്. അവയെ നമ്മൾ എക്സോജീനസ് എന്ന് വിളിക്കുന്നു. എക്സോ എന്ന് പറഞ്ഞാൽ പുറമേ, ശരീരത്തിനുള്ളിൽ തന്നെ ഉള്ള കാരണങ്ങളുണ്ട്. എൻഡോജീനസ്, എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എക്സിമകളെ എക്സോജീനസും എൻഡോജീനസും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സോജീനസ് എക്സിമകളുടെ ഉദാഹരണമായിട്ടാണ് നമ്മൾ സാധാരണ പറയുന്ന അലർജിക് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അലർജി ഉള്ള സംഭവങ്ങൾ ആയിട്ട് നമുക്ക് എക്സ്പോഷർ വരുന്നതാണ് അലർജിക് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സാധാരണ ഹെയർ ഡൈന് അലർജി വരാറുണ്ട് ആൾക്കാർക്ക്. ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്ക് തലയിൽ പൊട്ടി ഒലിക്കുന്നു. നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ പൊട്ടി ഒലിക്കുന്നു. പിന്നെ പലർക്കും സിമെൻറ്റിനോട് അലർജി വരാറുണ്ട്. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും കാലിലും ഒക്കെ പൊട്ടി ഒലിക്കുന്നത് സിമെൻറ്റായിട്ട് എക്സ്പോഷർ വരുമ്പോൾ. അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് എക്സിമയുണ്ട്. ഈ വീട്ടിൽ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് സാധാരണ ഡിറ്റർജൻറ്റിനോടൊക്കെ അലർജി വരുമ്പോൾ അതനുസരിച്ച് വരുന്ന ഹൗസ് വൈഫ്സ് എക്സിമ. അതുപോലെ നമുക്ക് റബ്ബറിനോട് അലർജി ഉണ്ടാവാം. അപ്പോൾ റബ്ബർ ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെരുപ്പായിട്ട് കോൺടാക്റ്റ് വരുന്ന കാലിൻ്റെ ഭാഗങ്ങളിൽ എക്സിമ തുടങ്ങി അത് ദേഹം മൊത്തം പടരാം. പിന്നെ നിക്കൽ എന്ന് പറഞ്ഞ മെറ്റലുണ്ട്, അതിനോടുള്ള അലർജിയും വളരെ കോമൺ ആണ്. നിക്കൽ സാധാരണയായി നമ്മൾ കാണുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പുകളിൽ കാണാറുണ്ട്. നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില ആഭരണങ്ങൾ കാണാറുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മുടെ ബെൽറ്റിൻ്റെ ഒക്കെ അങ്ങനെയുള്ള സൈറ്റായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിൽ കോൺടാക്റ്റ് വരുമ്പോൾ അവിടെ ആരംഭിച്ച് ദേഹം മൊത്തം പടരുന്ന രീതിയിൽ വരുന്നതിനാണ് അലർജിക് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സോജീനസ് എക്സിമയാണ് ഇറിറ്റന്റ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഓയിൻമെൻറ്റോ ക്രീമോ ഉപയോഗിച്ച് ദേഹത്ത് തേക്കുന്ന ഭാഗത്ത് പൊട്ടി ഒലിക്കുന്നു. അപ്പോൾ അതാണ് ഇറിറ്റന്റ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. പിന്നെ ഉള്ളത് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയും.
ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യരശ്മിയോടുള്ള അലർജിയാണ്. അപ്പോൾ അത് സാധാരണ കാണുന്നത് നമ്മുടെ വസ്ത്രം മറയ്ക്കാത്ത ഭാഗങ്ങളിലാണ്, സൂര്യനായിട്ട് ഡയറക്റ്റ് എക്സ്പോജർ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലൂ. സാധാരണ മുഖത്ത്, പിന്നെ കൈയുടെ ഈ ഒരു ഭാഗത്ത്, നമ്മളിപ്പോൾ 2 വീലറൊക്കെ ഓടിക്കുകയാണെങ്കിൽ വെയിലടിക്കുന്ന ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നമുക്ക് കൈ തിരിച്ചു നോക്കിയാൽ അറിയാം, ടാനിങ്ങിൻ്റെ എഫക്റ്റ് കൂടുതൽ കാണുന്ന ഈ സൈഡിൽ എപ്പോഴും കുറച്ചും കൂടെ വെളുത്തിരിക്കുമായിരിക്കും നമ്മൾ. അപ്പോൾ ആ ടാനിങ്ങിൻ്റെ എഫക്റ്റ് വരുന്ന ഭാഗങ്ങളിലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ക്ലൂ. അവിടെ മാത്രം വരുന്നു, ഇപ്പുറത്തെ സൈഡിൽ വരുന്നില്ല. ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയും നമ്മൾ. പിന്നെ ഉള്ളത് ഇൻഫെക്റ്റീവ് എക്സീമയാണ്. ഇൻഫെക്ഷൻസ് കാരണം വരാവുന്നത്. ഇപ്പോൾ കാലിൽ നമുക്കൊരു വ്രണമായിട്ടോ ഒരു പരുവായിട്ടോ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അത് കാലക്രമേണ എക്സീമയായി മാറുന്നതാണ് ഇൻഫെക്റ്റീവ് എക്സീമ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എൻഡോജീനസ് എക്സീമകളാണ്. ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അറ്റോപ്പിക് എക്സീമ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരുന്നതാണ്. 95% 5 വയസ്സ് കുറവുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ആരംഭം 5 വയസ്സിൽ താഴെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നമ്മൾ ടിപ്പിക്കലി എക്ടോപിക് എക്സീമ ബാധിച്ച ഒരു കുട്ടീനെ പറയുന്നത് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നുള്ളതാണ്. വരണ്ട തൊലി, കൂടെ വരുന്ന റാഷ്, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ, കൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇങ്ങനെയൊക്കെ പലതും എറ്റോപിക് എക്സീമയിൽ കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളെ പരിചരിക്കണം, മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും കണ്ടു നിൽക്കാനാവാത്ത രീതിയിലുള്ള ഒരു ചൊറിച്ചിലും സെൻസിറ്റിവിറ്റിയാണ് അവരുടെ സ്കിന്നിൽ കാണുക. 50% കുട്ടികൾക്ക്, ഇങ്ങനെ വരുന്ന 50% കുട്ടികൾക്കും ശ്വാസകോശ സംബന്ധമായ അലർജികളും ഉണ്ടാവും. അതായത് പൊടിയടിക്കുമ്പോൾ ശ്വാസം മുട്ട്, തുമ്മൽ, ആസ്മ എന്ന് നമ്മൾ പറയുന്നത്, അലർജിക് റൈനൈറ്റിസ്, കൂടെ ഉള്ള മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. 75% കുട്ടികൾക്കും ഒരു പാരമ്പര്യം ഉണ്ടാവും. ഇവരുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്, കൂടെപ്പിറപ്പുകൾക്ക്, കസിൻസിന്, ഇവിടെ ആർക്കെങ്കിലുമൊക്കെ ഒരു സിമിലർ ഹിസ്റ്ററി നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് എറ്റോപിക് എക്സീമയിൽ. പിന്നെയുള്ള എൻഡോജനസ് എക്സീമ എന്ന് പറഞ്ഞാൽ സെബോറിക് എക്സീമ എന്ന് പറയും. സെബോറിക് എക്സീമയുടെ ഒരു മൈൽഡസ്റ്റ് ഫോം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നതാണത്. പക്ഷേ ഇതൊരു ഫംഗസ് ആണ്. മാലസീസിയ എന്ന് പറഞ്ഞ ഫംഗസിനോട് ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് ഈ സെബോറിക് എക്സീമ. അപ്പോൾ ഈ താരൻ വളരെ കൂടി വരുന്നൊരവസ്ഥയിൽ നമ്മുടെ തലയിൽ മാത്രമല്ല, ഈ സെബോറിക് ഏരിയാസ് ഓഫ് അവർ ബോഡി എന്ന് പറയുന്നത്, സെബോറിക് ഏരിയാസ് എന്ന് പറയുന്നത് ഫേസ്, ചെസ്റ്റിൻ്റെ സെൻട്രൽ പാർട്ട്, ബാക്ക്, പിന്നെ മടക്കുകൾ, അതായത് ഫ്ലെക്ഷേഴ്സ്, കക്ഷം, തൊളയുടെ ഇടുക്കിൽ, ചെവിയുടെ പുറയിൽ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എക്സീമ വരുന്നത്. അപ്പോൾ താരനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ എക്സീമ വരുമ്പോൾ അത് സെബോറിക് എക്സീമ ആവാനാണ് സാധ്യത. പിന്നെ ഉള്ളത് വാരിക്കോസ് എക്സീമ എന്ന് പറയും, അതായത് സ്റ്റേസിസ് എക്സീമ. നമ്മൾ പലരും കണ്ടുകൊണ്ട് വാരിക്കോസ് വെയിൻസ്, ഇങ്ങനെ പിടച്ച് നിൽക്കുന്ന വെയിനുകൾ കാലിൽ സാധാരണ കാണാറുണ്ട്. കൂടെ നീര് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാലിലെ ഡിപ്പെൻഡൻറ്റ് ഏരിയ, അതായത് ആങ്കിളിന് ചുറ്റും കൂടെ നീര് വരിക, നിറവ്യത്യാസം വരിക, വ്രണങ്ങൾ വരിക, എക്സീമ വരിക. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റേസിസ് എക്സീമ അഥവാ വാരിക്കോസ് എക്സീമ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എസ്റ്റിയോട്ടോട്ടിക് എക്സീമ എന്ന് പറയുന്നവരുണ്ട്. അത് സാധാരണ പ്രായം ചെന്നവർക്ക് തൊലി ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സീമയാണ്. പിന്നെ എസ്റ്റിയോട്ടോട്ടിക് എക്സീമ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് ഹാൻഡ് ആൻഡ് ഫുട്ട് എക്സീമ വരാം. കൈയുടെ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലും കോമളകൾ വന്ന് പൊട്ടുന്ന ഒരവസ്ഥ, ഹാൻഡ് ആൻഡ് ഫുട്ട് എക്സീമ. പിന്നെ നമുലർ എക്സീമ, അങ്ങനെ ഒരുപാടുണ്ട് പറയാൻ. നമുലർ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം. അതെ, എവിടെ വേണമെങ്കിലും വരാം. പല രീതികളിലുണ്ട് എക്സീമ. അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ച് എവിടെ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേറെ എന്തൊക്കെ അസോസിയേഷൻ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഉത്ഭവം കണ്ടുപിടിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞത് അലർജി തന്നെയാണ്, എന്നാൽ പല കാരണങ്ങളുണ്ട് കൊണ്ടുവരാം. ഡോക്ടർ, നമ്മളിപ്പം എക്സിമയുടെ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു, എക്സിമ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ശരീരത്തിൽ എവിടെയെല്ലാം വരാമെന്ന് പറഞ്ഞു. ഇത് വന്നാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഏത് അസുഖവും ചികിത്സിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത കൂടും ചികിത്സ ഫലിക്കാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സിമയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അത് ഏത് സാഹചര്യത്തിലാണ് ഒരു ചികിത്സയ്ക്ക് ചെല്ലേണ്ടത് എന്നുകൂടെ പറഞ്ഞ് നമുക്ക് പറഞ്ഞത്. ലക്ഷണങ്ങളെല്ലാം തന്നെ ഞാൻ ഒരുവിധം ഔട്ട്ലൈൻ ചെയ്തു. എങ്ങനെയാണ് എക്സീമ വരുന്നത്, എങ്ങനെയാണ് എക്സീമ പ്രസൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എക്സീമ ആണെന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഏതൊരു അസുഖത്തിനും ഡോക്ടർ ഗണേഷ് പറഞ്ഞ പോലെ തന്നെ എല്ലാ അസുഖങ്ങളും ഏറ്റവും ബേസിക് സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ എക്സീമ ഒരു അലർജി ആണെന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് വിട്ടുമാറുന്ന ഒരു അസുഖമല്ല. കൂടിയും കുറഞ്ഞുമൊക്കെ കാലക്രമേണ ഒരുപാട് നാൾ നമുക്ക് കൂടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ക്യൂർ ചെയ്യാന്നുള്ളത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സീമ ക്യൂർ ചെയ്യാന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അസുഖം കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അതിന് മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ കുറേയൊക്കെ നമുക്ക് എക്സീമ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അലർജിക് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ നമുക്ക് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനോടാണ് നമുക്ക് ഈ അലർജി വരുന്നതെന്ന്. ഇപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ആദ്യം പൊട്ടി ഒലിക്കുക, അതായത് തലയിലാണ് ആദ്യം ഉണ്ടാവും. അപ്പോൾ അതൊരു ക്ലൂ ആണ് നമുക്ക് അത് ഹെയർ ഡൈ കൊണ്ട് വന്നാന്നുള്ളത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെയർ ഡൈയിൽ PPD അഥവാ പാരാഫെനിലിൻ ഡൈമീൻ എന്ന് പറയുന്നൊരു ഘടകമാണ് ഈ അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ PPD ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഉള്ള മിക്ക ബ്രാൻഡുകളും ഇറക്കുന്നത് PPD ഫ്രീ എന്ന് പറഞ്ഞ ഹെയർ ഡൈസ് ആണ്.
അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ വരുത്തുന്നതുകൊണ്ട് നമുക്ക് അലർജി വരുത്താതിരിക്കാം. അതുപോലെ തന്നെ നിക്കൽ അടങ്ങിയ വാച്ച് സ്ട്രാപ്സ്, ബക്കിൾസ്, അങ്ങനെ അലർജി ഉള്ളവർ അത് ഒഴിവാക്കുക. അതുപോലെ റബ്ബറിന് അലർജി ഉള്ളവർ തോലിലെ ചെരുപ്പ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചില ജീവിതത്തിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തി. ഇപ്പോൾ ഹൗസ് വൈഫ്സ് എക്സീമ എന്ന് പറഞ്ഞു, അങ്ങനെ ഡിറ്റർജൻറ്റിനോട് അലർജി ഉള്ളവർ വീട്ടു ജോലി എടുക്കുമ്പോൾ ഒരു ഗ്ലൗവോ എന്തെങ്കിലും ധരിച്ച് ചെയ്യുക. അങ്ങനെ ജീവിത രീതിയിലുള്ള വ്യത്യാസം വരുത്തുമ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് എക്സീമ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോ ഡെർമറ്റൈറ്റിസ്, സൂര്യരശ്മിയോട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഇപ്പം വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ UV ലൈറ്റ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്, പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ പറ്റത്തില്ല. എന്നാലും ഡയറക്റ്റ് എക്സ്പോജർ കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പുറത്തിറങ്ങുമ്പോൾ കുട പിടിക്കുക, കഴിയുന്നതും വസ്ത്രം വെച്ച് തന്നെ മറയ്ക്കുക. അപ്പം കയ്യിലൊക്കെ ഫോട്ടോ ഡെർമറ്റൈറ്റിസ് വരുന്നവർ കഴിയുന്നതും ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ധരിക്കുക, അല്ലെങ്കിൽ 2 വീലേഴ്സ് ഓടിക്കുമ്പോൾ ഒരു ഫുൾ സ്ലീവ് ജാക്കറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീനുകൾ എന്ന് പറയുമ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ സാധാരണ നമുക്ക് വേറെ പ്രൊട്ടക്ഷൻ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക. വെളിയിൽ ഇറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ജീവചര്യങ്ങൾ നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ തന്നെ ഈ അലർജി കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ അലർജീസ് എന്ന് പറഞ്ഞല്ലോ, അത് പല വിധത്തിൽ നമുക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള അലർജി കണ്ടുപിടിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല. ഇല്ല, അത് വളരെ ശ്രദ്ധിച്ച് അതിനോട് അത്രയ്ക്കും ശ്രദ്ധ കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാൾക്കേ അത് നടക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഒരു നോർമൽ ഒരു ലേ പേഴ്സണെ സംബന്ധിച്ചുള്ള എന്താണ് അലർജിൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? പല രീതിയിലുള്ള അലർജി ടെസ്റ്റിംഗ് നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഈ അലർജി കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലർജൻ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് ഒരു മെത്തേഡാണ് പാച്ച് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് അലുമിനിയം ചേമ്പേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഈ രാസവസ്തുക്കൾ വെച്ചിട്ട് നമ്മുടെ ദേഹത്ത് തന്നെ ഒട്ടിച്ച് വെക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് പാച്ച് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് 48 മണിക്കൂർ ശേഷം നമ്മളത് തുറന്നു നോക്കുന്നു. അപ്പോൾ ആ രാസവസ്തുവായിട്ട് സ്കിന്നിന് കോൺടാക്ട് വന്ന സ്ഥലത്ത് ചുമപ്പോ ഒരു അലർജിക് റിയാക്ഷൻ പോലെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ക്ലൂ ആണ് ഇതിനോട് നമുക്ക് അലർജി ഉണ്ടെന്ന്. പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ലിനിക്കലി ഒരു പേഷ്യൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും ഏകദേശം എന്തിനോടാണ് അലർജി ഉള്ളതെന്ന് മനസ്സിലാൻ പറ്റും. പക്ഷേ പറഞ്ഞ കണക്ക് ഇങ്ങനെ പല ഘട്ടങ്ങളിലും നമുക്ക് എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ പാച്ച് ടെസ്റ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അലർജി ടെസ്റ്റിംഗ് രീതികളുണ്ട്. ഏത് അലർജിനോടാണ് ഈ അലർജി വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ അലർജി ടെസ്റ്റിംഗ് നടത്തുമോ അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ പാച്ച് ടെസ്റ്റിംഗ് നടത്തുമോ, അതല്ലാതെ ഇനി പേഷ്യൻ്റ് പറയുന്നത് കേട്ട് ഹിസ്റ്ററിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് എക്സിമയാണ് ഇന്ന സാധനമാണ് അലർജൻ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സാധ്യത എന്താ? ട്രീറ്റ്മെൻറ്റിന് എന്താ സാധ്യത? ട്രീറ്റ്മെൻറ്റ് സാധ്യത ഞാൻ പറഞ്ഞത് ഒഴിവാക്കുക എന്നുള്ളതുള്ളൂ. കാരണം അതിനോട് നമുക്ക് ഒരു അലർജി നമുക്കൊരു സാധനത്തിനോട് നമ്മൾ പ്രോഗ്രാംഡാണ്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മളൊരു സാധനത്തിനോട് അലർജിക് ആയിട്ടാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർഗ്ഗം. ചില സമയത്ത് നമുക്ക് മരുന്നുകൾക്ക് അലർജി വരും. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു മരുന്നിനോട് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്കൊരു ആവശ്യം വരുന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ റബ്ബർ ചെരുപ്പിന് പകരം തോലിൻ്റെ ചെരുപ്പ് ഉപയോഗിക്കാമെങ്കിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മരുന്ന് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റോ അതിൻ്റെ സാധ്യത എന്താ? മരുന്ന് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചാണ്. നമ്മളത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ മരുന്നിൻ്റെ പേരൊന്നും പറയണ്ട. ഞാൻ നമ്മളൊരു ഡയറക്റ്റ് ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷനിലൂടെയാണ് അത് തീരുമാനിക്കുന്നത്. കാരണം അസുഖത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും എത്ര സിവിയറാണ് അസുഖം എന്നുള്ളതും അത് മാത്രമല്ല ആ രോഗിയെ ഒരു ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. വേറെ എന്തൊക്കെ ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ, പ്രഷർ ഉണ്ടോ, വേറെ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, കിഡ്നിയുടെ അസുഖമുണ്ടോ, ലിവറിൻ്റെ അസുഖം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നോക്കിയിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ചിലപ്പോൾ ചെറിയ രീതിയിൽ എക്സീമ ഒരു ഭാഗത്ത് മാത്രമുള്ള എക്സീമ ആണെങ്കിൽ ചിലപ്പോൾ ഓയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് മാറാം. ലോക്കലായിട്ട് തേക്കുന്ന ക്രീം ഓയിൻമെൻറ്റ് തന്നെ മതി. അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിലുള്ള ഗുളികൾ, ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികൾ കൊണ്ട് മതി. അല്ലെങ്കിൽ ചിലപ്പം ഒരു അവസ്ഥ അനുസരിച്ച് ദേഹം മൊത്തം ബാധിച്ചിട്ടുണ്ട്, വല്ല ഒരു സിവിയർ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പ്രതിരോധ ശക്തിയെ മോഡിഫൈ ചെയ്യാനുള്ള മരുന്നുകൾ, ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസീവ്സ് നമ്മൾ പറയുന്നത്, സ്റ്റിറോയിഡ് മരുന്നുകൾ വരെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അതെല്ലാം നമ്മളൊരു രോഗിയെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പുള്ളിക്കാരൻ്റെ വേറെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഈ എക്സിമയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സ്കിൻ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും ആഹാരത്തിലെ ചില ഘടകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ചില ഘടകങ്ങൾ നിയന്ത്രിക്കണമെന്നും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ശരിയാണോ അത്? എല്ലാ എക്സിമകളിലും അങ്ങനെ വലിയൊരു റോള് വരുന്നില്ല ആഹാരത്തിന്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അറ്റോപിക് എക്സിമ കുട്ടികളിൽ വരുന്നത്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അറ്റോപിക് എക്സീമയിൽ നമ്മൾ ചില കാര്യങ്ങൾ, അറ്റോപിക് എക്സീമയുടെ എക്സാക്ട് കാരണം എന്താണെന്നുള്ള കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില കാര്യങ്ങളുണ്ട് അസുഖം കൂട്ടാൻ സാധ്യതയുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പൊടിയോടനുബന്ധിച്ച് വരുന്നൊരു ടൈപ്പ് മൂട്ടയുണ്ട്, ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ അസുഖം വളരെ കൂട്ടാൻ സാധ്യത ഉള്ളൊരു
ഒരു വില്ലനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടി അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും വരുന്നത് കാർപ്പറ്റ്സ്, നമ്മുടെ സോഫ, ഫർണിച്ചർ, പിന്നെ കേർട്ടൻസ് അങ്ങനെയുള്ളതാണ്. അപ്പം ഇങ്ങനെ അറ്റോപിക് ടെൻഡൻസി ഉള്ള കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും വെറ്റ് മോപ്പ് ചെയ്യുക, വാക്യൂം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നത് ഈ കാർപ്പറ്റ്സ് പോലെയുള്ള പൊടി അടിഞ്ഞു കിടക്കാൻ സാധ്യതയുള്ള ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും തൊലി എപ്പോഴും വരണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ശീതകാലം ആകുമ്പോൾ, വിൻ്റർ ആകുമ്പോഴത്തേക്കും തൊലി വല്ലാണ്ട് വരണ്ട് അറ്റോപിക് എക്സിമ കൂടാൻ ചാൻസ് ഉണ്ട്. ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കണം. പിന്നെ ശരീരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കഴിയുന്നത് ഉപയോഗിക്കാണ്ടിരിക്കുക. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ സോപ്പാണ്. അപ്പോൾ അറ്റോപിക് കുട്ടികളിൽ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പുകൾ കഴിയുന്നത് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അവരുടെ ഡ്രൈ സ്കിന്നെ വീണ്ടും ഡ്രൈ ആക്കാണ് സോപ്പ് ചെയ്യുക. കഴിയുന്നത് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഗ്ലിസറിൻ ബാറുകൾ കിട്ടും, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സാധാരണ ക്ലെൻസിങ് ലോഷൻസ് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ വസ്ത്രങ്ങൾ, ഇപ്പോൾ വസ്ത്രങ്ങൾ കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അത് കുട്ടികൾ മാത്രമല്ല, കുട്ടികളെ പരിചരിക്കുന്നവരും കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. വൂളും പോളിസ്റ്ററും ഒക്കെ അവരുടെ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വളർത്തുമൃഗങ്ങൾ, കഴിയുന്നതും വളർത്തുമൃഗങ്ങളായിട്ടുള്ള എക്സ്പോജർ കുറയ്ക്കുക. അതും അറ്റോപിക് എക്സിമ കൂട്ടുന്നതാണ്. പിന്നെ ഗണേഷ് ചോദിച്ച ഫുഡ്, അറ്റോപിക് എക്സിമിനാണ് കുറച്ചൊരു ഫുഡായിട്ട് റിലേഷൻ പറയുന്നത്. അതൊരു ഡയറക്റ്റ് കോസൽ റിലേഷൻഷിപ്പ് അല്ല, എന്നാലും അസുഖം കൂട്ടാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് അറ്റോപിക് എക്സിമ വരുവാണെങ്കിൽ നമ്മൾ പശുവിൻ പാൽ ഒഴിവാക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആഹാരങ്ങൾ, എഗ്സ്, നട്ട്സ്, അങ്ങനെയുള്ള കുറേ ആഹാരങ്ങളൊക്കെ അറ്റോപിക് എക്സിമ കൂട്ടുന്നതായിട്ട് പല സ്റ്റഡീസും പറയുന്നുണ്ട്. എന്നാലും പൂർണ്ണമാണ്. കാരണം എഗ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു പോഷകാഹാരമാണ്. അസുഖം കൂടിയിരിക്കുന്ന ഒരവസ്ഥയിൽ കഴിയുന്നതും കുറച്ച് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ചെറിയ ഡയറക്റ്റ് ഒരു റിലേഷൻ അല്ല, ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മുടെ ഫുഡിൽ വരുത്താവുന്നതാണ്. ഡോക്ടർ, നമ്മൾ എക്സിമയെ കുറിച്ച് ഏകദേശം പറയേണ്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പലപ്പോൾ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു ഓയിൻമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ തേക്കുന്ന സാധനങ്ങൾ. ഈ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, ഈ സ്കിൻ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണെന്നും അത് ശരീരത്തിന് നോർമലി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദോഷകരമായിട്ടുള്ള സാധനങ്ങളാണ് സ്റ്റിറോയിഡ്സ്. അതേസമയം തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതുമാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് ഡോക്ടർ ഗണേഷ് പറഞ്ഞു തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്റ്റിറോയിഡ്സ് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്ന് തന്നെയാണ് സ്റ്റിറോയിഡ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് സ്റ്റിറോയിഡ് ആവശ്യമായിട്ട് വരുന്നു. സ്റ്റിറോയിഡിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നൊരു മരുന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റിറോയിഡ് ഒരു വണ്ടർ ഡ്രഗാണ്. സ്റ്റിറോയിഡ് നമുക്ക് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ, എക്സിമ ദേഹം മൊത്തം പടർന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു സ്റ്റിറോയിഡ് ആയിരിക്കും നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കുന്നത്. തൊലി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു അസുഖം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഹെൽത്ത് റിസൾട്ട്സ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ മറ്റു ഇമ്മ്യൂണോ സപ്രസീവ്, ഇമ്മ്യൂണോ മോഡുലേറ്റർ മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. പക്ഷേ ആ മരുന്നിനുള്ള സൈഡ് എഫക്ട്സിനെക്കാട്ടി ഉപരി റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മരുന്നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക തന്നെ വേണം. എന്നാൽ നമ്മൾ വേറെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷുഗർ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സ്റ്റിറോയിഡ് കഴിക്കുകയാണെങ്കിൽ അത് വഷളാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ബാക്കിയുള്ള ഇപ്പോൾ കിഡ്നിക്ക് അസുഖമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മരുന്ന് ഒരാൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതും അതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്റ്റിറോയിഡ് എല്ലാ രീതിയിലും കഴിച്ച സ്റ്റിറോയിഡ് നമ്മളങ്ങനെ ബാധിക്കത്തൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു സ്റ്റിറോയിഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഇന്ന മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ, സാധാരണ ഇതിന് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇവർ മരുന്ന് കടയിൽ പോകുമ്പോൾ മരുന്ന് കടയിലെ ആൾ ചിലപ്പോൾ പറയും, അയ്യോ ഈ മരുന്ന് നിങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്, ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ്. അപ്പോൾ അവർ കഴിക്കാതിരിക്കുന്നു. അപ്പം ആവശ്യമുള്ളൊരു മരുന്ന് പേഷ്യൻ്റ് നിഷേധിക്കപ്പെടുകയാണ്. അപ്പം പലപ്പോഴും സ്റ്റിറോയിഡ് എന്ന് മാത്രമല്ല, എല്ലാ മരുന്നിനും ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലിപ്പം ഞാൻ പറഞ്ഞു ചൊറിച്ചിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അവിൽ ഗുളിക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശമൊന്നും ഇല്ലാതെ തന്നെ ഒരു അവിൽ ഗുളിക സാധാരണ നമ്മൾ എടുത്ത് കഴിക്കുന്നതാണ്. ഈ അവിൽ ഗുളികയ്ക്കുള്ള സൈഡ് എഫക്റ്റുകൾ നമ്മൾ അറിയുന്നില്ല. അവിൽ ഗുളികയ്ക്കുള്ള ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്നാൽ ഉറക്കക്ഷീണമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രോഗിക്ക് കൊടുക്കുകയാണ്, ഇപ്പോൾ അയാളൊരു ടാക്സി ഡ്രൈവറാണെന്ന് വിചാരിക്കും, രാത്രി ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ സാധാരണ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ആൻറ്റിഹിസ്റ്റമിൻ ഗുളിക കഴിക്കാൻ പറയുന്നത്. ഈ അവിൽ കഴിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ആ ഡ്രൈവ് പോകുന്നത് അപകടകരമാണ്. കാരണം ഉറക്കക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവിൽ ഗുളിക ഇപ്പോൾ പ്രായമായ ഒരാൾ, അയാൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വികസനമുണ്ട്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിൽ ഇങ്ങനെയുള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വഷളായിട്ട് മൂത്രം കെട്ടിക്കിടന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാ മരുന്നിനും ഇപ്പോൾ സ്റ്റിറോയിഡ് വരെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടി മാത്രം കഴിക്കുക. സെൽഫ് മെഡിക്കേഷൻ ഞാൻ ഒരിക്കലും അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഈ എക്സിമ വന്നു കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൺട്രോൾ ചെയ്യാതെ ചികിത്സിക്കാതെ കൊണ്ടുകിടന്നാൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ സ്കിന്നിൽ വരുന്ന കോംപ്ലിക്കേഷൻ ഉള്ളിലെ അവയവങ്ങൾ അങ്ങനെ സാധാരണ ബാധിക്കാറില്ല. പിന്നെ സ്കിന്ന് തന്നെ ഒരു അവയവമാണ്, ഏറ്റവും വലിയ അവയവമാണ്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്കിന്നിൽ വരുന്നതിന് വേറെ അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ട്. അല്ല ഉള്ളിലെ അവയവങ്ങൾ എസ് എച്ച് എക്സിമ ബാധിക്കാറില്ല, പൊതുവെ ബാധിക്കാറില്ല. ഓക്കെ, ഇതിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മളൊരു പ്രിവെൻറ്റീവ് തലത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ, അതോ നമ്മൾ അസുഖം തൽക്കാലം മാറുമ്പോൾ അത് നിർത്തണോ?
അത് പേഷ്യൻ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കൂടുതലും നമ്മൾ എക്സിമയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കൂടി വരുന്ന അവസ്ഥയിലാണ് മരുന്നുകളുടെ ആവശ്യം വരുന്നത്. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പ്രിവെൻറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സിമ നമുക്ക് ഒരിക്കലും ഒരു പകരുന്ന അസുഖമൊന്നുമല്ല. എപ്പോഴും നമ്മളിങ്ങനെ മരുന്ന് കഴിച്ച് നമുക്കിപ്പം കോൺടാക്റ്റിലൂടെയോ നമ്മൾ കൂടെ ജീവിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ എക്സിമ പടരുന്നില്ല. അതൊരു അലർജിയാണ്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്കുള്ളൊരു അസുഖമാണത്. പാരമ്പര്യമായിട്ട് ചിലവർക്ക് ഇപ്പം പാറ്റോപിക് എക്സിമയുടെ കാര്യം പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് എക്സിമ എൻ്റെ കുട്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് കൂടെ ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ എക്സിമ ഒന്നും പടരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ അസുഖം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ എപ്പോഴും മരുന്ന് കൊടുക്കണമെന്നില്ല. ചില സമയത്ത് ഒരുപാട് കാലം മരുന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ വരാം, അസുഖം കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട്. മരുന്ന് നിർത്തുമ്പോൾ ഉടനെ തന്നെ വീണ്ടും വരുന്നൊരവസ്ഥ ചിലപ്പോൾ വരാം. അല്ലാതെ എപ്പോഴും ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരണമെന്നില്ല. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ അനീഷ്, അദ്ദേഹം എക്സിമയെ കുറിച്ചാണ് സംസാരിച്ചത്. സ്കിന്നിൽ വരുന്ന ഒരു അലർജി ആണ് എന്ന് അദ്ദേഹം വളരെ ലളിതമായി വിശേഷിപ്പിച്ചുവെങ്കിലും അതിന് വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും അത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് വരാൻ കുറേ കാരണങ്ങളായേക്കാവുന്ന കുറേ ഫാക്ടേഴ്സ് അദ്ദേഹം പറഞ്ഞു. എനിക്കതിൽ നിന്ന് മനസ്സിലായത് ഇത് വരാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മരുന്ന് മാത്രം പോരാ, എന്തൊക്കെയാണോ ഇത് വരാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ ഘട്ടം. അതിന് ശേഷമേ മരുന്ന് പോലും വരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.